ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. മോദി സർക്കാരിന്റെ ഭരണത്തിൽ പ്രതിരോധ കയറ്റുമതിയിൽ 40 മടങ്ങ് വർധനയുണ്ടായതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 10 വർഷത്തിനിടെ രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണം 5 മടങ്ങ് വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ വർധന 6 മടങ്ങ്. ഛത്തീസ്ഗഡിൽ 33 നക്സലൈറ്റുകൾ കൂടി കീഴടങ്ങി. എത്രയും വേഗം ആയുധം ഉപേക്ഷിക്കാൻ നക്സലൈറ്റുകളോട് അഭ്യർത്ഥിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഇത്തവണത്തെ ഹജ്ജ് യാത്ര അടുത്ത മാസം 11-ന് ആരംഭിക്കും. ക്രിസ്തുദേവന്റെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ ആഘോഷമായ ഈസ്റ്റർ നാളെ. അണ്ടർ 18 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ഹിമാൻഷു ജഖറിന് സ്വർണം. വാർത്തകൾ വിശദമായി. 2030 ആകുമ്പോഴേക്കും രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയിലെത്തുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ മറാത്ത്വാഡ ആത്മനിർഭർ ഭാരത് കി രക്ഷാഭൂമി സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാരിന്റെ പ്രതിരോധ കയറ്റുമതിയിൽ 40 മടങ്ങ് വർധനയുണ്ടായതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2014-ൽ പ്രതിരോധ കയറ്റുമതി ഏകദേശം 600 കോടി രൂപയായിരുന്നത് ഇപ്പോൾ 24,000 കോടി രൂപയായി ഉയർന്നതായും അദ്ദേഹം അറിയിച്ചു. 2014 में जब हमारी गवर्नमेंट आई थी, उस समय एक्सपोर्ट जो भारत से होता था दुनिया के दूसरे देशों में, वो अप्रॉक्सीमेटली 600 करोड़ का होता था. आज हम वो अप्रॉक्सीमेटली 24,000 करोड़ तक ले गए हैं थोड़े ही समय में. हमारा टारगेट है कि 2029, 2030 तक हम इसको 50,000 करोड़ तक ले जाएं. और मैं कहना चाहता हूं हमारा टारगेट ही नहीं है, बल्कि इस टारगेट को अचीव करेंगे. 10 വർഷത്തിനിടെ രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണം 5 മടങ്ങും കയറ്റുമതി 6 മടങ്ങും വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ ഏകദേശം 25 ലക്ഷം പേർ ജോലി ചെയ്യുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹരിയാനയിലെ ഗുരുഗ്രാമിലെ മനേസറിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. എത്രയും വേഗം ആയുധം ഉപേക്ഷിക്കാൻ നക്സലൈറ്റുകളോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭ്യർത്ഥിച്ചു. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ നിന്ന് ആയുധങ്ങളുമായി 22 നക്സലൈറ്റുകളും സുക്മയിലെ ബദേസെത്തി പഞ്ചായത്തിൽ 11 നക്സലൈറ്റുകളും കീഴടങ്ങി. ഇതോടെ ബദേസെത്തി പഞ്ചായത്ത് പൂർണ്ണമായും നക്സൽ രഹിതമായെന്നും അദ്ദേഹം അറിയിച്ചു. ബഹിരാകാശ യാത്രയിൽ നിർണായക അധ്യായം എഴുതാൻ ഇന്ത്യ. ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല അടുത്ത മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ഇക്കാര്യം അറിയിച്ചത്. 1984-ൽ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാകും ശുഭാംശു ശുക്ല. ചെറുകിട കർഷകരെ സംരക്ഷിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ ആഗോള ഭക്ഷ്യസുരക്ഷാ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടില്ലെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് കൃഷിമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളെ സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയപരമായും ശക്തിപ്പെടുത്തുക എന്നത് രാജ്യത്തിന്റെ സുപ്രധാന ദൌത്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. संसद में महिलाओं का 33% आरक्षण देकर भारत ने महिलाओं के राजनीतिक सशक्तिकरण के लिए एक अभूतपूर्व कदम उठाया है. इन क्रांतिकारी कदमों के माध्यम से आज भारत में महिलाएं नीति निर्धारण की प्रक्रिया में महत्वपूर्ण भूमिकाएं निभा रही हैं. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ പ്രതിനിധികൾ ഇന്നലെ പശ്ചിമബംഗാളിലെ മാൽഡയിലെ ബൈഷ്ണവ് നഗറിലെ പർലാൽപൂർ സന്ദർശിച്ചു. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മൂർഷിദാബാദിലുണ്ടായ പ്രതിഷേധത്തിനിടെയുണ്ടായ അക്രമങ്ങൾക്ക് ഇരയായവരുമായി പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സ്ത്രീകളും കുട്ടികളും കടുത്ത ദുരിതത്തിലാണെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ രഹത്കർ പറഞ്ഞു. പശ്ചിമബംഗാളിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥർ നടത്തിയ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ പീഡനങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകളുമായി ഈ സംഭവത്തെ ബന്ധപ്പെടുത്താനുള്ള ശ്രമമാണിതെന്ന് വിദേശ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അനാവശ്യമായ അഭിപ്രായങ്ങൾ പറയുന്നതിന് പകരം ബംഗ്ലാദേശ് സ്വന്തം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ അവസരങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരമായ സംസ്കൃതി കാ പഞ്ചവ് അധ്യായ് എന്ന പുസ്തകം ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ജുന അഖാഡ തലവൻ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവധേശാനന്ദ ഗിരി പുസ്തകം പ്രകാശനം ചെയ്തു. രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2,000 രൂപയിലധികമുള്ള UPI ഇടപാടുകൾക്ക് ചരക്കു സേവന നികുതി ഏർപ്പെടുത്താൻ ഉദ്ദേശമില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാദങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ലോകമെമ്പാടും ക്രൈസ്തവർ ഇന്നലെ ദുഃഖവെള്ളി ആചരിച്ചു. ഇന്ന് വലിയ ശനി ആചരിക്കുന്നു. ക്രിസ്തുദേവന്റെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ ആഘോഷമായ ഈസ്റ്റർ അഥവാ ഉയിർപ്പ് തിരുനാൾ നാളെയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. ഈസ്റ്റർ തിരക്ക് പരിഗണിച്ച് സംസ്ഥാനത്തെ 10 ട്രെയിൻ സർവീസുകളിൽ അധിക കോച്ച് ഉൾപ്പെടുത്തിയതായി റെയിൽവേ. കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി, കാരയ്ക്കൽ എറണാകുളം, അമൃത, മാവേലി, മലബാർ എക്സ്പ്രസുകളിലാണ് തിങ്കളാഴ്ച വരെ അധിക കോച്ചുകൾ ഉൾപ്പെടുത്തിയത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഇത്തവണത്തെ ഹജ്ജ് യാത്ര അടുത്ത മാസം 11 ആരംഭിക്കും. ഹജ്ജ് ക്യാമ്പിന്റെ സംഘാടക സമിതി രൂപീകരണ കൺവെൻഷൻ മട്ടന്നൂരിൽ KK ശൈലജ MLA ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 4700-ലേറെ പേർ ഇത്തവണ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജ് കർമ്മത്തിനായി പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ രജിസ്റ്റർ ചെയ്ത 500 പേരും ഉൾപ്പെടും. വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിലാണ് ഇത്തവണയും ഹജ്ജ് ക്യാമ്പ് ഒരുക്കുന്നത്. ഇത് 3ാം തവണയാണ് കണ്ണൂരിൽ നിന്നുള്ള ഹജ്ജ് സർവീസ്. 171 തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്ന വിമാനമാണ് സർവീസ് നടത്തുക. 11 രാവിലെ 4 മണിക്കാണ് ആദ്യ സർവീസ്. വിമാനത്താവളത്തിനോടനുബന്ധിച്ച് സ്ഥിരമായ ഹജ്ജ് ഹൌസ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി നോഡൽ ഓഫീസർ MCK അബ്ദുൽ ഗഫൂർ ആകാശവാണിയോട് പറഞ്ഞു. ഈ വർഷത്തെ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ JEE മെയിൻ 2ാം ഘട്ട പരീക്ഷയുടെ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. JEE-main.nta.nic.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സൗദി അറേബ്യയിലെ ദമാമിൽ 18 വയസ്സിൽ താഴെയുള്ളവരുടെ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ഹിമാൻഷു ജഖറിന് സ്വർണം. 1 സ്വർണം, 5 വെള്ളി, 5 വെങ്കലം ഉൾപ്പെടെ ആകെ 11 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. പുരുഷ ഹൈജമ്പിൽ ദേവക് ഭൂഷൺ വെള്ളി നേടി. വനിതകളുടെ 100, 200 മീറ്റർ ഇനങ്ങളിൽ ആരതി വെങ്കലം സ്വന്തമാക്കി. ക്വാലാലംപൂരിൽ നടക്കുന്ന സ്ക്വാഷ് ലോക ചാമ്പ്യൻഷിപ്പിന്റെ യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യൻ താരങ്ങളായ വീർ ചോട്രാനി, അനാഹത് സിംഗ്, ആകാംക്ഷ സലുങ്കെ എന്നിവർ സെമി ഫൈനലിൽ പ്രവേശിച്ചു. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് ജയം. ഇന്ന് 2 മത്സരങ്ങൾ. അഹമ്മദാബാദിൽ വൈകുന്നേരം 3:30 ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ജയ്പൂരിൽ മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പദ്ധതിയെ അമേരിക്കയും ഇറ്റലിയും സംയുക്ത പ്രസ്താവനയിൽ പ്രശംസിച്ചു. ഇടനാഴി ഇന്ത്യ മുതൽ ഗൾഫ് വരെയും ഇസ്രായേലിലേക്കും ഇറ്റലിയിലേക്കും തുടർന്ന് അമേരിക്കയിലേക്കും സാമ്പത്തിക വികസനം സാധ്യമാക്കുമെന്നും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഇരു കക്ഷികളും വേണ്ടവിധം സഹകരിച്ചില്ലെങ്കിൽ റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾക്ക് സഹായിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് ലോക കരൾ ദിനം. കരളിന്റെ ആരോഗ്യത്തിന് ഭക്ഷണക്രമത്തിന്റെയും പോഷകാഹാരത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ഏപ്രിൽ 19 ലോക കരൾ ദിനമായി ആചരിക്കുന്നു. ഭക്ഷണമാണ് ഔഷധം എന്നതാണ് ഈ വർഷത്തെ ലോക കരൾ ദിന പ്രമേയം. ഇന്ത്യയിലെ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത ഹൃദയാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. ഇന്നലെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കലിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് നിർവഹിക്കും. മെയ് 30 വരെ വിപുലമായ പരിപാടികളോടെയാണ് വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത്. വാർഷികാഘോഷ പരിപാടിയുടെ സമാപനം തിരുവനന്തപുരത്ത് നടക്കും. പാലക്കാട് കോട്ടായിയിൽ വെടിക്കെട്ടിനിടെയുണ്ടായ അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. കോട്ടായി പെരുംകുളങ്ങര ക്ഷേത്ര ഉത്സവത്തിനിടെ ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. വെടിപ്പുരയ്ക്ക് തീപിടിച്ചായിരുന്നു അപകടമെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാഴ്വസ്തു സംഭരണത്തിൽ കേരളം സർവകാല നേട്ടം കൈവരിച്ചതായി മന്ത്രി MB രാജേഷ്. ഇക്കാര്യത്തിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നിർണായകമെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മാണം പൂർത്തീകരിച്ച പാലക്കാട് മേലാർക്കോട് MCF കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. മോദി സർക്കാരിന്റെ ഭരണത്തിൽ പ്രതിരോധ കയറ്റുമതിയിൽ 40 മടങ്ങ് വർധനയുണ്ടായതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 10 വർഷത്തിനിടെ രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണം 5 മടങ്ങ് വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ വർധന 6 മടങ്ങ്. ഛത്തീസ്ഗഡിൽ 33 നക്സലൈറ്റുകൾ കൂടി കീഴടങ്ങി. എത്രയും വേഗം ആയുധം ഉപേക്ഷിക്കാൻ നക്സലൈറ്റുകളോട് അഭ്യർത്ഥിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഇത്തവണത്തെ ഹജ്ജ് യാത്ര അടുത്ത മാസം 11 ആരംഭിക്കും. ക്രിസ്തുദേവന്റെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ ആഘോഷമായ ഈസ്റ്റർ നാളെ. അണ്ടർ 18 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ഹിമാൻഷു ജഖറിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.